റീറ്റെയിനിങ് സ്ട്രക്ചറിന്റെ ബാക്കിലുള്ള സോയിലിനെയാണ് നമ്മൾ ബാക്ക് ഫിൽ എന്ന് പറയാം. അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ആ റീറ്റെയിനിങ് സ്ട്രക്ചറിൽ ആ ബാക്ക് ഫിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയാം. 3 ടൈപ്പ് ലാറ്ററൽ എർത്ത് പ്രഷർ ആണുള്ളത്. ആദ്യത്തെയാണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. എന്തായിരുന്നു അത്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഹലോ, അത് 4 വശവും കവർ ചെയ്തിട്ടുള്ള 3 വശം കവർ ചെയ്തിട്ടുണ്ട്, 2 വശം സ്റ്റോപ്പ്. എല്ലാം ഒരു സോയില് ഫുള്ളി ഒരു മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അറ്റ് റെസ്റ്റ് എന്ന് പറയും. ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ഫോർ ദി റീറ്റെയിനിങ് വാൾ വിത്ത് റെസ്പെക്ട് ടു സോയിൽ. നമ്മൾ ഈ എർത്ത് പ്രഷർ പറയുമ്പോൾ ഒന്നെങ്കിൽ സോയിലിനെ വെച്ചുകൊണ്ട് റീറ്റെയിനിങ് വാളിന്റെ മൂവ്മെന്റ് അതെങ്ങനെയാണോ അതിന്റെ ബേസിസിലാണ് നമ്മൾ യൂഷ്വലി എർത്ത് പ്രഷർ പറയുന്നത്. അപ്പം സോയിൽ വെച്ച് നോക്കുമ്പം റീറ്റെയിനിങ് വാളിൽ ഒരു രീതിയിലുള്ള മൂവ്മെന്റും ഇല്ല എങ്കിൽ അപ്പോഴുള്ള പ്രഷറിനെ നമ്മൾ എന്ത് പറയും? അറ്റ് റെസ്റ്റ് പ്രഷർ എന്ന് പറയും, അല്ലെങ്കിൽ പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്യുന്നു? ഫേംലി ഫിക്സ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് അബട്ട്മെന്റ്, ആ ബ്രിഡ്ജ് അബട്ട്മെന്റ് അതിന്റെ മുകളിൽ ഒരു സ്ലാബും കൂടെ വെച്ച് താഴെയുള്ള പോർഷനിലെ സോയില് റീറ്റെയിൻ ചെയ്യാത്ത അവസ്ഥ. ഈ ഫിഗർ കണ്ടോ? ഓക്കെ, ഈ ഫിഗർ കണ്ടോ? ഇതൊരു 2 റീറ്റെയിനിങ് വാള്, അതിന്റെ മുകളിലൊരു സ്ലാബ്, അതിന്റെ അടിയിൽ ഇതിന്റെ ബോട്ടം പോർഷനും റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ സോയിലിന് ഒരു രീതിയിലുള്ള മൂവ്മെന്റും, അല്ലെങ്കിൽ ഈ സോയിൽ വെച്ച് നോക്കുമ്പം റീറ്റെയിനിങ് വാളിന് ഒരു രീതിയിലുള്ള മൂവ്മെന്റും ഇല്ല എങ്കിൽ അതിന് കണ്ടീഷനാണ് എന്ത്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്താണ്? എർത്ത് പ്രഷർ, ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആക്റ്റീവ് എർത്ത് പ്രഷർ? സോയിലിന്റെ പ്രഷർ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ ബാക്ക് ഫില്ലിൽ നിന്ന് എവയാണ് റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്യുന്നെങ്കിൽ, സോയിൽ ബാക്ക് ഫില്ലിന്റെ പ്രഷർ കൊണ്ട് ആ ബാക്ക് ഫില്ലിൽ നിന്ന് എവയാണ് സോയിൽ റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴുണ്ടാവുന്ന പ്രഷറിനെയാണ് എന്ത് പറയാ? ആക്റ്റീവ് എർത്ത് പ്രഷർ. ഈ ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? സോയിൽ മാസ് ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്യും. സോയിൽ മാസ് എങ്ങോട്ടാ വരണേ? താഴേക്ക് ഹൊറിസോണ്ടലി അത് ഇറങ്ങി പോരാനുള്ള ടെംപ്ടേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഫിഗർ ആണ് താഴെ കാണിച്ചത്, ഈ ഡയഗ്രാം. ഓക്കെ, ഈ ഡയഗ്രാം കണ്ടോ? ദിസ് വൺ, ഈ കേസ് റീറ്റെയിനിങ് വാൾ, ഇത് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഈ കാണിച്ചിരിക്കുന്ന ബാക്ക് ഫില്ല്, ഈ ആ ബാക്ക് ഫില്ലിന്റെ എന്ത് ചെയ്യണു? സോയിൽ ഒരു പ്രഷർ ഈ റീറ്റെയിനിങ് വാളിലേക്ക് കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി എന്ത് ചെയ്യും? ഈ റീറ്റെയിനിങ് വാള് ഈ ബാക്ക് ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യും, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോഴുണ്ടാവുന്ന പ്രഷറാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. പാസീവ് ആണെങ്കിൽ നേരെ തിരിച്ച് എന്ത് ചെയ്യും? ഈ സോയിലിലേക്ക് അടുത്തേക്ക് ഈ റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, സോയിലിന്റെ ബാക്ക് ഫില്ലിന് അടുത്തേക്ക് റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സോയിൽ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. അപ്പോഴുണ്ടാകുന്ന പ്രഷർ, അല്ലെങ്കിൽ ആ ടൈമിൽ ബാക്ക് ഫില്ലിലേക്ക് അടുത്തേക്ക് റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്? പാസീവ് എർത്ത് പ്രഷർ. ക്ലിയർ ആയോ ഈ 3 കേസ്? ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും മനസ്സിലായോ? രണ്ടാമത്തെ ഫിഗറിലെ പ്രഷറും ആക്റ്റീവ് എർത്ത് പ്രഷറും
പിന്നെ ആ മൂവ്മെന്റ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്നുള്ളതുണ്ടല്ലോ. മൂവ്മെന്റ് ലെഫ്റ്റ് ആണെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും, മൂവ്മെന്റ് റൈറ്റ് ആണെങ്കിൽ പാസീവ് ആയിരിക്കും. ആ ഓക്കെ. ഓക്കെ. രണ്ടും കൂടെ റീറ്റെയിനിങ് ഒരു വാള് ഫിഗറിൽ കാണിച്ചേക്കുന്നേ ഉള്ളോ? രണ്ടും കൂടെ ആ ഒരൊറ്റ ഫിഗറിൽ കാണിച്ചേക്കുന്നല്ലേ ഉള്ളൂ? രണ്ടും കൂടെ ഒറ്റ ഫിഗറിൽ കാണിച്ചേക്കുന്നേ ഉള്ളൂ. മൂവ്മെന്റ് ആണ്. റീറ്റെയിനിങ് വാള് ആ പ്രഷറിന്റെ ഇതുകൊണ്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു. ബാക്ക് ഫില്ലിൽ നിന്ന് എവേ ആണെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ബാക്ക് ഫില്ലിലേക്കാണ്, ടുവേർഡ്സ് ദി ബാക്ക് ഫില്ലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന പാസീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ഓക്കെ. ഇത് മൂന്നും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി എഴുതണം എന്നില്ല കേട്ടോ, നിങ്ങൾ നോട്ട് നോക്കുക. തിയറിയും കൂടെ എഴുതി കഴിഞ്ഞാൽ ടൈം ഇല്ലല്ലോ. ഇനി അടുത്തതാണ് വേരിയേഷൻ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് എർത്ത് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നത്? ടൈപ്സ് ഓഫ് എർത്ത് പ്രഷർ, പ്രഷർ വേരിയേഷൻ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പ്രഷർ വേരിയേഷൻ അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ, അറ്റ് റെസ്റ്റ്, അറ്റ് പാസീവ്, ഈ മൂന്ന് കേസിലും പ്രഷർ എങ്ങനെയാ വേരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈ കാണിച്ചിരിക്കുന്ന എന്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ഒറിജിൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇത് O. ഓക്കെ. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കാണിച്ചിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം റെസ്റ്റ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഒരു രീതിയിലും മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കുമ്പം ഒരു ബാക്ക് ഫില്ലിൽ ഉണ്ടാവുന്ന പ്രഷർ, അതാണ് ഈ 0 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിന് B എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി ആക്റ്റീവ് എർത്ത് പ്രഷർ വരികയാണ്. ഇതൊരു റീറ്റെയിനിങ് വാൾ ആണെന്ന് വിചാരിച്ചോ. ആക്റ്റീവ് എർത്ത് പ്രഷർ വരുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണേ? റെസ്റ്റിലുള്ള സോയില് അതിനകത്ത് എവിടെയൊക്കെയോ കുറച്ച് വേരിയേഷൻ വന്നു, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സോയിൽ വന്നു, ആക്റ്റീവ് പ്രഷർ വന്നു. അപ്പൊ ശരിക്കും എന്താ സംഭവിക്കണേ? നിലവിലുള്ള പ്രഷറിന് എന്താ സംഭവിക്കണേ? ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സോയിൽ അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു, അത് ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ കേസിൽ വരുമ്പം സോയിൽ എന്താ ചെയ്യുക? ഹൊറിസോണ്ടലി മൂവ് ചെയ്യാണ് ചെയ്യണത്. ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്ക് ഫില്ല് റീറ്റെയിനിങ് വാൾ എന്ത് ചെയ്യും? തള്ളിപ്പോവും. റീറ്റെയിനിങ് വാൾ തള്ളിപ്പോകുമ്പോൾ ആ സോയിൽ എങ്ങനെയാ വരാ? ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്യും. ഓക്കെ. അതായത് നിലവിലുള്ള പ്രഷറിനേക്കാളും എന്തായിരിക്കും? കുറഞ്ഞു പോകും ആക്റ്റീവ് എർത്ത് പ്രഷർ. അപ്പം ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് റെസ്റ്റ് കണ്ടീഷനേക്കാളും കുറവായിരിക്കും. അതാണ് ഇവിടെ ഈ ഫൈഗർ കാണിച്ചിരിക്കുന്നത്. ഇത് റീറ്റെയിനിങ് വാള്, കണ്ടോ ഈ കാണിച്ചിരിക്കുന്നത്? ഇത് റീറ്റെയിനിങ് വാള്, ആ ബാക്ക് ഫിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ വന്നുകൊണ്ട് ഈ റീറ്റെയിനിങ് വാള് ലെഫ്റ്റ് സൈഡ് മൂവ് ചെയ്യും. അപ്പൊ ആ ബാക്ക് ഫിൽ എന്ത് ചെയ്യും? താഴേക്ക് ഇരുന്ന് പോരും. അതായത് ഹൊറിസോണ്ടലി അത് സ്ട്രെച്ച് ചെയ്യും. അപ്പം റെസ്റ്റ് കണ്ടീഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ സോയിലിന്റെ പ്രഷർ എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി പാസീവ് എർത്ത് പ്രഷർ ആണെങ്കിലോ, ഈ റീറ്റെയിനിങ് വാൾ എങ്ങോട്ടാ മൂവ് ചെയ്യണേ? ബാക്ക് ഫില്ലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവിടെയുള്ള സോയിൽ എന്താണ്? വീണ്ടും പ്രഷർ ആവുകയാണ്. അതായത് ഇപ്പൊ റെസ്റ്റ് കണ്ടീഷനിലുള്ള പ്രഷറിനേക്കാളും എന്ത് ചെയ്യാണ്? പ്രഷർ കൂടി വരികയാണ്. കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സോയില് അപ്വേർഡ്സ് ആയിരിക്കും മൂവ് ചെയ്യുക. ബാക്ക് ഫില്ല് അപ്വേർഡ് മൂവ് ചെയ്യും. അതായത് എങ്ങനെ? കംപ്രസ് ചെയ്ത് മുകളിലേക്ക് പൊങ്ങി വരും, ബൾജ് ചെയ്ത് വരും സോയില്. അപ്പം എന്താണ്? റെസ്റ്റ് കണ്ടീഷനേക്കാളും എന്ത് കൂടുതലായിരിക്കും? പ്രഷർ പാസീവ് എർത്ത് കേസിൽ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് വരച്ച് വേണം വേരിയേഷൻസ് പറയാനായിട്ട്. അതുപോലെ ഈ താഴത്തെ ഡയഗ്രാം. ഓക്കെ. അതാണ് ഈ താഴെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കണേ.
പക്ഷെ നമ്മുടെ ആക്ച്വൽ കേസിൽ ഈ റീറ്റെയിൻ വാൾ മൂവ് ചെയ്താൽ മാത്രമല്ലേ ഈ പ്രഷർ അങ്ങനെ വരുള്ളൂ. റിജിഡായിട്ട് ശരിക്കും നിൽക്കും റീറ്റെയിനിങ് വാൾ എങ്ങനെയാ മൂവ് ചെയ്യണേ? ലോഡ് വരുമ്പോ അത് പ്രഷർ സംബന്ധിച്ചു. കൊണ്ടാണ് മൂവ് ചെയ്യണേ. അപ്പൊ പക്ഷെ നമ്മൾ മൂവ് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള ഫാക്ടർ സേഫ്റ്റി ഇട്ടല്ലേ റിട്ടേൺ വാൾ ചെയ്യണത്. അതെ, അങ്ങനെ നമ്മൾ ആ റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണ്ടേ വേഴ്സ്റ്റുമായിട്ട് എത്ര പ്രഷർ അതിനകത്ത് വരാൻ സാധ്യതയുണ്ടെന്ന്. ആ പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യണേ. അപ്പൊ ആ പ്രഷർ കിട്ടിയാലാണ് അത്രത്തോളം പ്രഷർ ആ സോയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റീറ്റെയിനിങ് വാളിന് തടഞ്ഞു നിർത്തണം. അപ്പൊ ഈ റീറ്റെയിനിങ് വാളിന് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? എർത്ത് പ്രഷർ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കണേ. ഓക്കെ ആയോ? ദെൻ ഇനി ഇതാ പോയിന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, അത് വായിച്ചു നോക്കുക. പോയിന്റ് ബി എന്ന് പറയുന്നത് നോ മൂവ്മെന്റ് ഓൺ ദി വോൾ ആണ്, ആ സെന്ററിലുള്ളത്. അത് റെസ്റ്റ് കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണു. പോയിന്റ് എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ, അത് ആക്റ്റീവ് വർക്ക് പ്രഷറിന്റെ കേസാണ്. അത് നോക്കുമ്പോൾ എന്താണ്? വോളിൽ നിന്ന് ബാക്ക് ഫില്ലിൽ നിന്ന് വോൾ മൂവ് ചെയ്യാണ്. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ എന്താണ്? സോയിൽ സ്ട്രെച്ച് ചെയ്യാണ്. സോയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിലവിലുള്ള പ്രഷർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തു പോകും. അതാണ് ആദ്യത്തെ കേസിൽ കാണിച്ചത് ഈ ഡയഗ്രാം. അടുത്തത് പാസീവ് ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നിലവിലുള്ള പ്രഷറിനേക്കാളും കൂടുതൽ വരുന്നു. അപ്പം പ്രഷർ പാസീവിൽ എപ്പോഴും കൂടുതലായിരിക്കും. അതാണ് എഴുതുക, പാസീവ് വർക്ക് പ്രഷർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ, അറ്റ് റെസ്റ്റ് പ്രഷർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആക്റ്റീവ് വർക്ക് പ്രഷർ. അങ്ങനെയായിരിക്കും എപ്പോഴും ഉള്ളത്. ആക്റ്റീവ് വർക്ക് പ്രഷർ ഏറ്റവും കുറവായിരിക്കും, അതിനുശേഷം റെസ്റ്റ്, അതിനുശേഷം പാസീവ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും പാസീവ് കേസിലാണ് വരുന്നത്. ദെൻ റെസ്റ്റ് കണ്ടീഷൻ, ദെൻ ആക്റ്റീവ്. ഓക്കെ, ഈ നൊട്ടേഷൻസ് നോക്കുക. പി സഫിക്സ് പി ആണ് പാസീവ്, പി സഫിക്സ് ഒ അല്ലെങ്കിൽ ആറ് പറയാറുണ്ട് അറ്റ് റെസ്റ്റില്. പി സഫിക്സ് എ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ഇനി ഇത് കേസ് എഴുതണം. അറ്റ് റെസ്റ്റ് പ്രഷറിന് ഹെഡിങ് കൊള്ളുക. കേസ് 1 ഈ ഡയഗ്രാം വരയ്ക്കാം. ഈ റീറ്റെയിനിങ് വാളിന്റെ ഫിഗർ വരയ്ക്കാം. എർത്ത് പ്രഷറിന് ഹെഡിങ് കൊടുക്കുക. അതിൽ ആദ്യത്തെ ജസ്റ്റ് നിങ്ങൾ നോട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുക. ഫസ്റ്റ് കേസ് 1 ആയിട്ട് ഈ അറ്റ് റെസ്റ്റ് പ്രഷർ എഴുതുക. ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞുതരാം ട്രയാങ്കിൾ എങ്ങനെ വരുന്നതെന്നുള്ളത്. ജസ്റ്റ് ഈ റീറ്റെയിനിങ് വാൾ അതിന്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യാം. വരച്ചോ? ഓക്കെ, ഇപ്പം നമ്മൾ ഇനി റെസ്റ്റ് എങ്ങനെയാണ് ഒരു എർത്ത് പ്രഷർ കണ്ടുപിടിക്കണമെന്നാ പറയാൻ പോണേ. അപ്പം ഇതൊരു റീറ്റെയിനിങ് വാളാണ്. ഇങ്ങനെ ഒരു റീറ്റെയിനിങ് വാള്, അതിൻ്റെ ഹൈറ്റ് h ആണ്. ഓക്കെ, നമ്മൾ റീറ്റെയിനിങ് വാളിൽ എർത്ത് പ്രഷർ കാണുന്നത് ഹൊറിസോണ്ടൽ പ്രഷറാണ്. ഈ എർത്ത് പ്രഷർ എങ്ങനെയാണ് ആക്ട് ചെയ്യണേ? ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്രഷർ ആയിട്ടാണ് ആക്ട് ചെയ്യണേ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ പ്രഷർ എത്രയാണ് അല്ലെങ്കിൽ സ്ട്രെസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നത്? ഒരു സോയിൽ ഉണ്ട് എങ്കിൽ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത് ആണ്. സോയിലിന്റെ കണ്ടീഷനും വാട്ടർ ടേബിളും ഉള്ള അനുസരിച്ച് അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്.
പക്ഷെ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? എത്രയാണോ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഏത് ഡെപ്തിലാണോ വെർട്ടിക്കൽ സ്ട്രെസ് കാണേണ്ടത് കറസ്പോണ്ടിങ് ഡെപ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം വെർട്ടിക്കൽ സ്ട്രെസ്, സപ്പോസ് ഞാൻ ഈ റിട്ടൈനിങ് വാളിൻ്റെ ബോട്ടം പോർഷൻ ഇവിടെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് ആണ് കാണുന്നത്, ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ്. ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ്. അപ്പം ഈ കണ്ടീഷനിൽ വേറെ പോർ വാട്ടർ പ്രഷറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിംപ്ലി ഗാമ ഇൻറ്റു എച്ച്, കൺസിഡറിങ് ദാറ്റ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഈസ് ഗാമ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വെർട്ടിക്കൽ സ്ട്രെസ് ഓക്കെ. ഇനി ഈ വെർട്ടിക്കൽ സ്ട്രെസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഹൊറിസോണ്ടൽ സ്ട്രെസ്, ഹൊറിസോണ്ടൽ ഇഫക്റ്റീവ് സ്ട്രെസ്. അത് കാണാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ഒരു കോഎഫിഷ്യന്റ് ഇൻറ്റു ആ വെർട്ടിക്കൽ സ്ട്രെസ്, എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ്. ഈ കോഎഫിഷ്യന്റിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ എവിടെയോ ഒരു ടേം എഴുതിയിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ സ്ട്രെസ് ബൈ വെർട്ടിക്കൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ. അതാണ് ശരിക്കും ഹൊറിസോണ്ടൽ സ്ട്രെസ്സും വെർട്ടിക്കൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ. അപ്പം ഹൊറിസോണ്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് ഹൊറിസോണ്ടൽ സ്ട്രെസ് എങ്ങനെ കാണാം? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു കറസ്പോണ്ടിങ് വെർട്ടിക്കൽ സ്ട്രെസ് ചെയ്താൽ മതി. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ. ക്ലിയർ ആയോ? ഹൊറിസോണ്ടൽ സ്ട്രെസ് കിട്ടി. ഓക്കെ, എഴുതുവാണോ? താഴെ നോട്ടിലുണ്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? കൺസെപ്റ്റ്, കാരണം ഈ കൺസെപ്റ്റ് മനസ്സിലാവാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇതല്ലാതെ ഈ മൊഡ്യൂളിൽ ഒരു പ്രോബ്ലം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് പ്രഷറാണ്. ഓക്കെ, നമ്മൾക്ക് പ്രഷർ കണ്ടുപിടിക്കണം. ആ പ്രഷറിലേക്ക് എത്തണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കണം. നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെസ്സും കിട്ടി, വെർട്ടിക്കൽ സ്ട്രെസ്സും അറിയാം. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കണം. ആ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രെസ് കിട്ടി. ആ ഹൊറിസോണ്ടൽ സ്ട്രെസ് വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം, സ്ട്രെസ് ഡയഗ്രാം. ആ സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ. ഇനി നമ്മൾ ഏരിയ, സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഇത് വരയ്ക്കണം, സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കണം. സ്ട്രെസ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം പറയാമോ? ഇപ്പം ഈ റീറ്റൈനിങ് വാള്, ഓക്കെ, മുകളിൽ 0 ആയിരിക്കും. മാക്സിമം എവിടെ വരും? ബോട്ടത്തിലാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ K0 ഗാമ എച്ച് ആണ്. അപ്പം ടോപ്പിൽ 0, ബോട്ടത്തിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി K0 ഗാമ എച്ച്. അപ്പോൾ ആ ഡയഗ്രാം എന്തായിരിക്കും? ട്രയാങ്കുലാർ ഡയഗ്രാം. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഹൊറിസോണ്ടൽ സ്ട്രെസ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിരിക്കും ആ എർത്ത് പ്രഷർ ആക്ട് ചെയ്യണം. അതാണ് P0. അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് h/3.
ക്ലിയർ ആണോ? ഇതാണ് സ്ട്രെസ് ഡയഗ്രാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഈ ഇൻറ്റൻസിറ്റി K0 ഗാമ എച്ച്, ഈ ഹൈറ്റ് എച്ച്. ഈ ഡയഗ്രത്തിന് പറയുന്ന പേര് ഹൊറിസോണ്ടൽ സ്ട്രെസ് ഡയഗ്രാം. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആ എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് ബേസിൽ നിന്ന് h/3. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. ഇനി ഈ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ഈ P0ൻ്റെ വാല്യൂ. ദെയർഫോർ എർത്ത് പ്രഷർ P0 എന്ന് പറഞ്ഞാൽ 1/2 × h × K0 ഗാമ എച്ച്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × K0 ഗാമ h². അത് ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്ന്, അതായത് ഏറ്റവും ബോട്ടത്തിൽ നിന്നുള്ള ഹൈറ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ബോട്ടത്തിൽ നിന്ന് ആ പോയിന്റ് വരെ പ്രഷർ ആക്ട് ചെയ്യുന്ന സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ്. കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. എർത്ത് പ്രഷർ നമ്മൾ കാണണമെങ്കിൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടലി ആണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ റീറ്റൈനിങ് വോളിലുള്ള ഈ ബാക്ക് ഫില്ല്, ഇവിടുത്തെ സോയിലിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടലി ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്രഷർ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളില്ല. നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണ്? ആദ്യം ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കാണും. വെർട്ടിക്കൽ സ്ട്രെസ് എങ്ങനെ കാണാം? ഇപ്പം ഇത് ഇപ്പോൾ AB നമ്മൾ ലെയറായിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചെയ്ത് അങ്ങനെ നൊട്ടേഷൻ കൊടുത്ത് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ താഴെ നോട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചാണ്, കൺഫ്യൂഷൻ ആകാതിരിക്കാൻ. അപ്പം A എന്ന് പറഞ്ഞ പോയിന്റിൽ വെർട്ടിക്കൽ സ്ട്രെസ് ഇല്ല. B എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് എന്ത് വരും? ഗാമ × H. ഓക്കെ, ഇനി വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് ആണ് കേട്ടോ. ഞാൻ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നേ ഉള്ളൂ, അത് ഇഫക്റ്റീവ് ആണ്. കൺസിഡറിങ് എല്ലാ സ്ട്രെസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഫക്റ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഹൊറിസോണ്ടൽ സ്ട്രെസ് എങ്ങനെ കാണാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ആ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ. ദെൻ ഈ ഹൊറിസോണ്ടൽ ഇഫക്റ്റീവ് സ്ട്രെസ് കിട്ടിയാൽ അതിന് വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കാം, സ്ട്രെസ് വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കാം. ആ ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ടോട്ടൽ എർത്ത് പ്രഷർ. അപ്പം ഡയഗ്രാം വരച്ചു, അതിൻ്റെ ഇൻറ്റൻസിറ്റി മാർക്ക് ചെയ്തു. ദെൻ അതൊരു ട്രയാങ്കിൾ ആയിരുന്നു, റൈറ്റ് ട്രയാങ്കിൾ. അതുകൊണ്ട് ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × K0 ഗാമ h². അത് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ സെൻട്രോയിഡിലായിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? കാണാതെ പഠിക്കല്ല. എങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്, എന്തുകൊണ്ടാണ് വന്നത്, എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലിയർ ആയി. ഓക്കെ, ഇനി കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ എന്നൊരു ടേം പറഞ്ഞു, K0. K0 നമുക്ക് എങ്ങനെ കാണാം? K0 അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ 1 - sin phi ആണ്. Phi എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അല്ല എങ്കിൽ വേറൊരു കാര്യമുണ്ട്, മ്യൂ. കെയുടെ വാല്യൂ നമുക്ക് കാണാം μ/1 - μ. പോയിസൺസ് റേഷ്യോ ഇല്ലേ, μ/1 - μ. ഈ രണ്ട് ടേം വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ, കോഎഫിഷ്യൻ്റെ വാല്യൂ അറ്റ് റെസ്റ്റിൽ, K0 എന്ന് പറഞ്ഞാൽ അറ്റ് റെസ്റ്റിലെ എർത്ത് പ്രഷറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് 1 - sin phi അല്ലെങ്കിൽ μ/1 - μ. ഓക്കെ ആണോ? ഈ രണ്ട് ഇക്വേഷനും പഠിക്കണ്ട, 1 - sin phi പഠിക്കാം. മിക്ക ക്വസ്റ്റ്യനും 5 ആണ് തരാറ്. എങ്ങാനും മാറി തന്നാൽ ഒന്ന് ഓർത്തോണ്ട് മാത്രമാണ് ഈ രണ്ടാമതൊരു ഇക്വേഷൻ പറഞ്ഞു കൊടുക്കണേ. ഇതുവരെ കണ്ടിട്ടില്ല മ്യൂ വെച്ചിട്ട് 5 തന്നിട്ടാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ പറയും. അത് വെച്ചിട്ടാണ് മ്യൂ പോയിസൺസ് റേഷ്യോ വെച്ചിട്ട്
ഈ മ്യൂവിനെ 1/m എന്നാ പഠിച്ചറിഞ്ഞത്, അത് കാരണം കൊണ്ട്. നിങ്ങൾ നൊട്ടേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ P0 ഏരിയ ഓഫ് ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വിച്ച് ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു K0 ഗാമ എച്ച് അറ്റ് h/3 ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് പ്രഷർ ചോദിച്ചാൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കുകയും വേണം, അത് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയും വേണം. ലൊക്കേഷൻ ഓഫ് ദ പോയിന്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ഒരെണ്ണത്തിന് K0 ഒരെണ്ണത്തിന് Kയും പറഞ്ഞേനാ. അയ്യോ, അത് എഴുതിയപ്പോ വന്ന മിസ്റ്റേക്കാ. K0 തന്നെയാണ്. റെസ്റ്റ് ആണെങ്കിൽ K0, അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ K0 എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് ആക്റ്റീവ് കേസ് ആണെങ്കിൽ നമ്മൾ KA എന്ന് പറയും. പാസീവ് ആണെങ്കിൽ അതിനെ നമ്മൾ KP കൊണ്ട് ഡിനോട്ട് ചെയ്യും. KAയും KPയും കാണാൻ ഈ ഇക്വേഷൻ അല്ല, വേറെ ഇക്വേഷൻ ആണ്. ഇത് റെസ്റ്റ് കണ്ടീഷൻ. സോയിൽ റെസ്റ്റിലാണ് എങ്കിൽ യൂസ് ചെയ്യുന്ന കെയുടെ വാല്യൂ അതാണ് K0 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ഡിറ്റർമൈൻ ദ ലാറ്ററൽ എർത്ത് പ്രഷർ as shown in the figure at rest. ഹൈറ്റ് 6 മീറ്റർ ആണ്. ഗാമ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് 18 ആണ്. ഹൈറ്റ് 6 മീറ്റർ, ഗാമ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ഫൈയുടെ വാല്യൂ 25 ഡിഗ്രി. തന്നെ ചെയ്യാമോ? ലാറ്ററൽ എർത്ത് പ്രഷർ, ടോട്ടൽ ലാറ്ററൽ എർത്ത് പ്രഷർ കാണണം. അത് ആക്ട് ചെയ്യുന്ന ഏത് ഹൈറ്റിലാണെന്നും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം എടുത്ത് എഴുതുക. ആ ഡയഗ്രാം ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയോ? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുവാണോ? തന്നെ ചെയ്യുവാണോ? മിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല മിസ് ഒന്ന് പറഞ്ഞാട്ടെ. ഒന്നും പറയാനില്ല. ആദ്യം എന്ത് ചെയ്യാ? ഫസ്റ്റ് ഗിവൺ ഡേറ്റ എടുത്ത് എഴുതിയോ? H എത്രയാണ്, ഗാമ എത്രയാണ്, ഫൈ എത്രയാണ്? ഓക്കെ. ഇനി ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എങ്ങനെ കാണുന്നത്? സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഗാമ ഇൻറ്റു എച്ച് ആണ്. അപ്പം യൂണിറ്റ് വെയിറ്റ് 18 ആണ്, ഹൈറ്റ് 6 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 കിട്ടും. ഓക്കെ, കിട്ടിയോ? ഓക്കെ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടൽ സ്ട്രെസ് കാണണം. ഹൊറിസോണ്ടൽ സ്ട്രെസ് എങ്ങനെ കാണാം? K0 ഇൻറ്റു സിഗ്മ ഇസഡ്. അപ്പോൾ ആദ്യം എന്ത് കാണണം? K0 കാണണം. അറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് K0 എങ്ങനെ കാണാം? 1 മൈനസ് സൈൻ ഫൈ ആണ്. ഫൈയുടെ വാല്യൂ 25 ആണ്. ഇട്ട് കൊടുക്കുക. 1 മൈനസ് സൈൻ ഫൈ കണ്ടുപിടിക്കുക. ദെൻ ഹൊറിസോണ്ടൽ സ്ട്രെസ് കാണുക.
കിട്ടിയോ 62? ആ ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കണം. സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് വരയ്ക്കുമ്പം എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റീറ്റൈനിങ് വാൾ തന്ന ക്വസ്റ്റിന് ആൻസേഴ്സ് എടുത്ത് എഴുതിയിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് ചെയ്ത പോലെ തന്നെ ചെയ്യാവുള്ളൂ. അപ്പോൾ റീറ്റൈനിങ് വാൾ വരയ്ക്കുക. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 6 മീറ്റർ ആണെന്ന് പറഞ്ഞു. ടോപ്പിൽ എത്രയാണ് ഹൊറിസോണ്ടൽ? ഇല്ല, 0 ആണ്. ബോട്ടത്തിൽ വരുന്നത് ഈ വാല്യൂ, അത് കിട്ടി 62.64. അതിൻ്റെ സെൻറ്ററിലായിരിക്കും എന്ത് ടോട്ടൽ എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഈ P0 കണ്ടുപിടിക്കണം. ഇനി P0 എങ്ങനെ കാണാം? ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് P0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ഈ വാല്യൂ 62.64 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 6. എത്ര കിട്ടിയ വാല്യൂ? ക്ലിയർ ആയോ? $187.92 കിട്ടിയോ? കിട്ടിയ ആൻസർ. ഓക്കെ, എത്ര ഹൈറ്റിലായിരിക്കും ആക്ട് ചെയ്യണേ? ബേസിൽ നിന്ന് h/3 ഹൈറ്റിൽ. അതും കൂടെ മെൻഷൻ ചെയ്തേക്കാം. ആക്ട് ഫ്രം h/3 ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ്. അത് എത്രയാണെന്നും കൂടെ എഴുതി വയ്ക്കുക. 6/3, 2 മീറ്റേഴ്സ്. ഇത് 2 മീറ്റർ ആയിരിക്കും ഈ ഹൈറ്റ്. ഈ ഹൈറ്റ് h/3 which is equal to 2 meter. ക്ലിയർ ആയോ? കിലോന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് അല്ലേ? ഒരു മീറ്റർ പ്രഷർ എങ്ങനെയാണ് 1 മീറ്റർ ലെങ്ത്തിൽ ആക്ട് ചെയ്യണേ? നമ്മൾ പ്രഷർ എപ്പോഴും പറയും കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. പ്രഷർ പെർ യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് പറയണത് എർത്ത് പ്രഷർ പറയുമ്പോൾ. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിൾ ആണ്, സിംപ്ലസ്റ്റ് സാധനമാണ് ഇത്. ഇനി നിങ്ങളിത് പഠിക്കാൻ പോണ പല കണ്ടീഷൻസ് ആണ്. വാട്ടർ ടേബിൾ വരുമ്പം, സർചാർജ് വരുമ്പം, ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആണ്. ഈ പറഞ്ഞ കാര്യത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി 2 പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, റാങ്കൈനും കൂളംബും. ആ റാങ്കൈൻ തിയറി എന്താണെന്നും അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷർ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ബേസിക്കലി ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പം ഇത് അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ, കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇനി കുറച്ചും കൂടെ ഹയർ വേർഷൻ ആണ് പറയാൻ പോണേ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? ഓക്കെ, ഇനി ഇത് എടുക്കുക. രണ്ടാമത്തെ കേസ്, കേസ് 2. ഈ ഫിഗർ വരയ്ക്കും. കാണാമോ ഫിഗർ? കേസ് 2 എന്ന് ഹെഡിങ് കൊടുത്താൽ മതി. റെസ്റ്റ് കണ്ടീഷൻ തന്നെയാണ്. ഞാൻ വേണേൽ ഫിഗർ ഒന്നുകൂടെ വരച്ചു തരാം. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇവിടെ ഒരു വാട്ടർ ടേബിളും കൂടെ വരുന്നുണ്ട്. ഈ ഹൈറ്റ് D ആണ്. ടോട്ടൽ ഹൈറ്റ് H ആണ്. ഇതൊരു റീറ്റെയിനിങ് വാള്. ഈ റീറ്റെയിനിങ് വാളിൽ ഈ
സെന്ററിൽ, ഈ റീറ്റെയിനിങ് വാളിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും ഈ എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഈ ബേസിൽ നിന്ന് ഹൈറ്റ് അത് നമ്മൾ ഇസഡ് ബാർ കൊണ്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ലെങ്ത് ആണ് ഇസഡ് ബാർ. ഈ കാണിച്ചിരിക്കുന്നത് P0, ഈ ആരോ വെച്ച് കാണിച്ചിരിക്കുന്ന P0 റിസൾട്ടന്റ് എർത്ത് പ്രഷർ, ടോട്ടൽ എർത്ത് പ്രഷർ, അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് ഇസഡ് ബാർ കൊണ്ട് ലൊക്കേറ്റ് ചെയ്തേക്കണമെന്നേ ഉള്ളൂ. ഫിഗർ വരച്ചോ? ഫിഗർ വരച്ചോ എല്ലാവരും? എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്? P0, ഈ ഹൈറ്റ് ഇസഡ് ബാർ. മാറ്റി വരച്ച എന്തിനാന്ന് പറയാം. വരച്ചോ, ഡയഗ്രാം വരച്ചോ? കേസ് 2ന്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് സാധാരണ ആദ്യത്തെ കേസ് ചെയ്തതിൽ ജസ്റ്റ് ഗ്രൗണ്ട് മാത്രമാണ്, അതായത് സോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കേസ് വരുമ്പോൾ നമ്മൾ പറയാണ് ഒരു D ഹൈറ്റിൽ, സ്മോൾ ലെറ്റർ D ഹൈറ്റിൽ താഴെ എന്തുണ്ട്? ഒരു വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഉണ്ട്. ടോട്ടൽ ആ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ H ആണ്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് എർത്ത് പ്രഷർ ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഒരു കാര്യം ചെയ്യാം. A, B, C 3 ലെയർ ഉണ്ട്. നെയിം ചെയ്തോളാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതാം. ABC. അപ്പം ഞാൻ ആദ്യം അറ്റ് A എന്ന് പറയുന്ന കേസ് സംസാരിക്കുകയാണ്. അവിടെയുള്ള ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് എത്ര വരും എന്ന് പറയാമോ? ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ സോയിലിന്റെ വെയിറ്റ് ഗാമയാണ്, ഇതിന്റെ താഴെ സാച്ചുറേറ്റഡ് ആണ്, വാട്ടർ ടേബിൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഗാമയും ഗാമ സാറ്റും അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ ഓർത്ത്, അതുകൊണ്ട് അവിടെ എഴുതാതെ വിട്ടുപോയത്. ഗാമ സാറ്റ്. അപ്പം A എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? ഒരു രീതിയിലുള്ള പ്രഷറോ സോയിലോ ഒന്നുമില്ല. അപ്പോൾ അവിടെ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ സ്ട്രെസ് എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ, ഇനി അറ്റ് B. അറ്റ് Bയിൽ വരുമ്പം സിഗ്മ ഇസഡ് എത്ര വരും? സിഗ്മ എച്ച് എത്ര വരും? ഗാമ സ്മോൾ ടി ആണോ? സിഗ്മ ഇതൊരു കാര്യം ചെയ്യോ? ഈ നോട്ട് എഴുതിയിരിക്കുന്നത് മാറ്റിയിട്ട് ഒരു വൈറ്റ് സ്ക്രീൻ എടുത്ത് ആ സ്ക്രീനിൽ ഫുൾ ആയിട്ടൊന്ന് വരച്ച് കാണിക്കാവോ? ഓ, ഉറപ്പായിട്ടും കാണിച്ചു തരാലോ. ഓക്കെ, റീറ്റെയിനിങ് വാള്, ഇത് ഗ്രൗണ്ട് ലെവല്, ഇവിടെ ഒരു ഇത് സ്മോൾ ലെറ്റർ D ആയിരുന്നു, ഈ ഹൈറ്റ് H കൊടുത്തു, ഇത് A, B, C. അറ്റ് A ആണ് ആദ്യം പറഞ്ഞത്. സിഗ്മ ഇസഡ് 0 ആണ്, സിഗ്മ എച്ചും എന്ത് തന്നെയാണ്? 0 ആണ്. ഇനി അടുത്ത് ചെയ്യുന്നത് അറ്റ് B ആണ്. അറ്റ് Bയിൽ സിഗ്മ ഇസഡ് എന്ത് വരും? ഗാമ ഇൻറ്റു D ആണ്.
ഈ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമയാണ്, ഇത് ഗാമ സാറ്റാണ്. ഓക്കെ, ഇനി സിഗ്മ എച്ച് എന്ത് വരും? K naught into K sigma h. നോട്ട് ഇൻറ്റു ഗാമ ഡി ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ മിസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അറ്റ് സിയിൽ സിഗ്മ ഇസഡ് പറയണം, സിഗ്മ എച്ചും പറയണം. സിഗ്മ ഇസഡ് കിട്ടിയ എളുപ്പമാണ് സിഗ്മ എച്ച് ചെയ്യാൻ. Gamma d plus ഗാമ ഡി പ്ലസ് rho sat into h minus d ആണ്. റോ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് ഡി ആണോ വരുന്നത്? ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഇഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെയാ ചെയ്യുന്നേ? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ്. ഗാമ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് ഡി. അത് കൂടാതെ എന്തും കൂടെ വരും? മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡി വരില്ലേ? h minus d തന്നെയാണല്ലോ മിസ് പറഞ്ഞത്. ഗാമ സാറ്റിന്റെ h minus d തന്നെയായിരുന്നു അത് പറഞ്ഞത്. ഞാൻ സമ്മതിച്ചു. അതിന്റെ കൂടെ പോർ വാട്ടർ പ്രഷറും കൂടെ വരില്ലേ? ഓക്കെ ഓക്കെ. അത് ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിഗ്മ ഇസഡ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? ഗാമ ഡി ഗാമ സാറ്റ് എച്ച് മൈനസ് ഗാമ സാറ്റ് ഡി മൈനസ് ഗാമ ഡബ്ല്യു എച്ച് മൈനസ് പ്ലസ് ഗാമ ഡബ്ല്യു ഡി എന്ന് വരും. ഇനി ഇത്രയും കോംപ്ലിക്കേഷനിൽ പോവാതെ വേറൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ സിഗ്മ ഇസഡിനെ? ഒരു ഗാമ സബ്മാർജിനാണോ? അല്ല, ഒരു സെക്കൻഡ് കേട്ടോ. എറേസർ ഇതിന്റെ ഇടയിലായിട്ട്. ഒരു കാര്യം ചെയ്യേ, നിങ്ങളെ അറ്റ് സി എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്തേ. താഴത്തെ ഇതിൽ പറയാം. ഒരു സെക്കൻഡ് കേട്ടോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ കേസിൽ പറയാതെ സി എന്ന് പറഞ്ഞ ലെയർ എടുക്കുമ്പോഴേ ഇത് എഴുതല്ലേ കേട്ടോ, ഒരു മിനിറ്റ്, ഇത് ഞാൻ പറയാവേ. സി എന്ന് പറഞ്ഞ ഇത് അല്ലാതെ അറ്റ് സി പറയുമ്പം ഒന്നുകൂടെ ഞാൻ പറയാം, ആ രീതി പോകുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആവണ്ട. സിഗ്മ ഇസഡ് എഴുതണം. അപ്പം നമ്മുടെ റീറ്റെയിനിങ് വോള് തൊട്ട് മുകളിലത്തെ ഈ സാധനം നമ്മൾ ബി ടു സി എന്ന് പറയുന്ന പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ട പോലെ എ തൊട്ട് മുകളിൽ നിന്നുള്ളത് കാണല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്നുള്ളത് കണ്ടാലും തെറ്റില്ല, നിങ്ങൾക്ക് തെറ്റി പോകാതിരിക്കാൻ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. ബി ടു സി എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാം. ബി ടു സി എന്നുള്ള രീതിയിൽ വരുമ്പം സിഗ്മ ഇസഡ് എങ്ങനെ വരും? സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരും? ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി. എങ്ങനെയാ വന്നതെന്ന് പറയാമോ? മുകളിലത്തെ ഇക്വേഷൻ തന്നെയാണ്, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ വരും. എങ്ങനെ വരും? ഇത് ഗാമ ഡി ഗാമ സാറ്റ് ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് കൺസിഡർ ചെയ്യാതെ, അതായത് ബി ടു സി കൺസിഡർ ചെയ്യുമ്പം സി എന്ന് പറയുന്ന പോയിന്റിലെ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ എങ്ങനെ കാണണേ? ഗാമ ഡിയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യും. ഗാമ സാറ്റ്
ഇൻറ്റു എച്ച് മൈനസ് ഡി. ഇതിൽ നിന്ന് എന്ത് കുറച്ച് കളയും? പോർ വാട്ടർ പ്രഷറും കൂടെ കുറച്ച് കളയും. എന്നിട്ടാണ് നമ്മൾ ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് എഴുതാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പം ഇനി ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. വെട്ടണ്ടായിരുന്നു, അല്ലാതെ തന്നെ അത് പറഞ്ഞു പോകായിരുന്നു. എങ്ങനെ വരും എന്ന് പറയാമോ? ആ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. അതിനെ ഗാമ ഡി വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? ഗാമ ഡി ഉണ്ട്, ഗാമ സാറ്റ് എച്ച്, ഗാമ വെട്ടിപ്പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? ഗാമ ഡി വരും പ്ലസ് ഗാമ സാറ്റ് എച്ചും ഉണ്ട്, ഗാമ ഡബ്ല്യു എച്ചും ഉണ്ട്. അപ്പം അതിന് നമുക്ക് എന്തെഴുതാം? ഗാമ ഡാഷ് എച്ച് എന്ന് എഴുതാം ഇല്ലേ? ഗാമ സാറ്റ് എച്ച് ഒന്നുകൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്തോട്ടെ. എവിടെയോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ഗാമ ഡി വന്നു, പിന്നെ എന്ത് വന്നു? ഗാമ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് ഡി ഹോൾ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡി പ്ലസ് ഗാമ സാറ്റ് എച്ച് മൈനസ് ഗാമ സാറ്റ് ഡി മൈനസ് ഗാമ ഡബ്ല്യു എച്ച് പ്ലസ് ഗാമ ഡബ്ല്യു ഡി. ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഗാമ ഡി ഇട്ടു പ്ലസ് ഗാമ സാറ്റ് എച്ചും ഉണ്ട്, ഗാമ സാറ്റ് ഡിയും ഉണ്ട്. അപ്പം ഗാമ സാറ്റ് ഞാൻ വെളിയിലിട്ടു, ബ്രാക്കറ്റിൽ എന്ത് എഴുതാണ്? എച്ച് മൈനസ് ഡി. ഇവിടെയും അതുപോലെ തന്നെ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഈ ഗാമ സാറ്റ് മൈനസ് ഈ ഗാമ ഡബ്ല്യുവിനെ എങ്ങനെ എഴുതാം? അയ്യോ, എങ്ങനെ എഴുതാം? ഗാമ ഇൻറ്റു ഡി പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി എന്ന് എഴുതാൻ പാടില്ലേ? എഴുതാൻ പറ്റില്ലേ? ക്ലിയർ ആയോ? ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ മിസ്സേ? ഫസ്റ്റ് എഴുതിയേക്കുന്നത് തന്നെയല്ലേ തേർഡ് എഴുതിയേക്കണേ? ഫസ്റ്റ് എഴുതിയേക്കണ തന്നെ തേർഡ്. സോറി, ഫസ്റ്റ് എഴുതിയേക്കണ തന്നെ തേർഡ് എഴുതിയേക്കണേ. സോറി, ഞാനത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്, എവിടെയോ എനിക്കൊരു മിസ്സിങ് പറ്റി. അപ്പം അതിനെ എങ്ങനെ എഴുതാം? ഗാമ സാറ്റും ഗാമ ഡബ്ല്യൂയും വെളിയിലെടുത്തു, ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി. അത് എനിക്ക് എവിടെ ഒരു റിലേ പോയി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം ചോദിച്ചു വന്നു, അപ്പോൾ എൻ്റെ റിലേ പോയി. അപ്പോൾ ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇത് എഴുതിയത്? ഗാമ ഡാഷ്. അപ്പൊ ഇത് ഒരുമിച്ച് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് എനിക്ക് എവിടെ ഒരു റിലേ പോയത്. അതാ എൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ ഒരു കാര്യം വന്ന് ചോദിച്ചു, അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു റിലേ പോയി. ഒരു സെക്കൻഡ്. അപ്പം ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി എന്ന് എഴുതാം. ക്ലിയർ ആയോ? സിഗ്മ ഇസഡ്, സിഗ്മ ഇസഡ് നമ്മൾ കാണണത് എങ്ങനെയാണ്? സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു ആണ്. ആ സിഗ്മയാണ് ഞാൻ ഇവിടെ എഴുതിയത്, ടോട്ടൽ സ്ട്രെസ്. അതിൽ നിന്ന് പോർ വാട്ടർ പ്രഷറിന്റെ ഇന്റൻസിറ്റി കുറച്ച് കളഞ്ഞു. ക്ലിയർ ആയോ? പൊടി തട്ടി എടുക്കണം വെർട്ടിക്കൽ സ്ട്രെസ്. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഞാൻ ആ ഒരു സാധനം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഗാമ ഡി പ്ലസ് ഗാമ ഡാഷ് എച്ച് മൈനസ് ഡി വന്നത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ സ്ട്രെസ് ആക്കണം. ഹൊറിസോണ്ടൽ സ്ട്രെസ് ആക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? K0 sigma z which is equal to K0 into gamma d plus K0 into gamma dash h minus d എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
ഓക്കെ. ഇനി ആ റീറ്റെയിനിങ് വോള് ഞാൻ അതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇത് വാട്ടർ ടേബിള്, ഇത് ഡി ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എച്ച്. അപ്പം എ എന്ന് പറയുന്ന പോയിന്റ് ഇത്, ബി ഇത്, സി ഇത്. എ ടു ബി വരെയുള്ള പോയിന്റ് എത്രയാണ്? K0 ഗാമ ഡി അല്ലേ? ഇത് എ ആണ്, ഇത് ബി ആണ് അല്ലേ? ഓക്കെ. ഇനി ബി തൊട്ട് സി വരെയുള്ളത് ഏതാണ്? ഈ വലിയ വാല്യൂ ആണ്. അപ്പം ഇത്രയും വലിയ വാല്യൂ അതിൽ ഈ K0 ഗാമ ഡി എന്ന് പറയുന്ന ഇത്രയും പോർഷൻ ആണ്. ബാക്കി എന്തോരം ഉണ്ട്? K0 ഗാമ ഡാഷ് എച്ച് മൈനസ് ഡി. ഈ ഇൻറ്റൻസിറ്റി K0 ഗാമ ഡി അല്ലേ? ഓക്കെ ആണോ? സ്ട്രെസ് ഡയഗ്രാം വന്നത് മനസ്സിലായോ? 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഈ ഡയഗ്രാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ വരുന്നു മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കണേ. ക്ലിയർ ആയോ? ഇത് എന്താണ്? സോയിൽ കൊണ്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് അല്ലേ? നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടപ്പോഴും ഒക്കെ ഇത് വരയ്ക്കുന്നത് എന്താണ്? സോയിൽ കൊണ്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യവും കൂടെ ഉണ്ട്, വാട്ടർ ടേബിൾ. അപ്പോൾ ആ വാട്ടർ ടേബിൾ കൊണ്ടും എന്തുണ്ട്? എർത്ത് പ്രഷർ ഉണ്ട്. വാട്ടറും കൊണ്ട് വാട്ടർ ടേബിളിന്റെ അടിയിൽ എന്താ? സോയിൽ സാച്ചുറേറ്റഡ് ആണ്. ആ സാച്ചുറേറ്റഡിനകത്തെ വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ പ്രഷർ എന്ന് പറയുന്നത് സിംപിളി കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഗാമ ഡബ്ല്യു ഇൻറ്റു ആ ഹൈറ്റ് മതി. ക്ലിയർ ആയോ? വാട്ടർ ടേബിൾ വരികയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് ഉള്ള പോർഷനിൽ ആ റീറ്റെയിനിങ് വോളിലേക്ക് ഈ വാട്ടറും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡി ആണ് ആ ഹൈറ്റ്. അതിന് കോൺസ്റ്റന്റ്. വാട്ടറിൻ്റെ ഇതിൽ എന്ത് ചെയ്യില്ല? ഈ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് അതിൻ്റെ വാല്യൂ വരില്ല. സിംപ്ലി ഗാമ ഡബ്ല്യു ഇൻറ്റു ആ ഹൈറ്റ് എത്രയാണോ അത്. ക്ലിയർ ആയോ? നമ്മൾ പോർ വാട്ടർ പ്രഷർ ഒക്കെ കുറച്ചല്ലായിരുന്നോ? പോർ വാട്ടർ പ്രഷർ കുറച്ചിട്ടും ഹൊറിസോണ്ടൽ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ? അത് വെർട്ടിക്കൽ മാത്രമല്ലേ നമ്മൾ കൺസിഡർ ചെയ്തോളൂ. ഇതിനെ ഹൊറിസോണ്ടൽ ആക്കണ്ടേ? ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് വേണ്ടത് ഈ സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഒക്കെ ഏരിയ ആണ്. ഇതിപ്പോ നമ്മൾ സ്ട്രെസ് ആയുള്ളൂ. ആ സ്ട്രെസ് വെച്ചിട്ട് നമ്മൾ ഡയഗ്രാം വരച്ചു. ഇനി ഇതാണ് ഫസ്റ്റ് ഡയഗ്രാം, ഇത് സെക്കൻഡ് ഡയഗ്രാം, ഇത് തേർഡ് ഡയഗ്രാം, ഇത് ഫോർത്ത്. ഈ 4 ഡയഗ്രത്തിന്റെയും കൂടെ ഏരിയ ആണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ. ഓക്കെ. ഇനി ടോട്ടൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കണം. അതായത് ഇത് P01 എന്ന് പറയും, P02, P03, P04. അതായത് ഈ ചെറിയ റെക്ടാംഗിളും ട്രയാംഗിളിന്റെ ഒക്കെ ഏരിയ. ഓക്കെ ആണോ? ഇനി അതിലേക്ക് തന്നെ ഉള്ളൂ. ഈ 4ാമത്തെ ട്രയാംഗിൾ നമ്മൾ എവിടെയാണ് ഫോം ചെയ്ത് വരുന്നത്? വാട്ടർ ടേബിളിന്റെ താഴെ ഇവിടെ ഇതിനകത്തുള്ള ഇത് സോയില് പ്ലസ് വാട്ടർ അല്ലേ? ഇതിലെ വാട്ടറിന്റെ മാത്രം പ്രഷർ, അതാണ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഈ ഹൈറ്റ്. ഞാൻ ചോദിച്ചു, അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 3ാമത്തെ ഫിഗർ തന്നെയല്ലേ? ഈ ഫിഗറിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് സോയിലും കാണും വാട്ടറും കാണും. സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണ്. അപ്പൊ അത് സോയിലിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്, വാട്ടറും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അതല്ലാതെ വാട്ടറിനെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാം ഈ രീതിയിൽ.
സ്ട്രെസ് കണ്ടപ്പോഴും നമ്മൾ അപ്പൊ ഇങ്ങനെ ചെയ്തേക്കണേ. സോയിലിന്റെ കേസ് സോയിൽ ഒഴിവാക്കിയിട്ട് വാട്ടറിന്റെ മാത്രമുള്ള പ്രഷർ സെപ്പറേറ്റ് നമുക്ക് എടുത്തേ പറ്റൂ. എടുത്തേ പറ്റുള്ളൂ. അത് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യൂ ഇതില്. സ്ട്രെസ് കണ്ടപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തേ? സോയിലിന്റെ മാത്രം കണ്ടു, സോയിലും വാട്ടറും കൂടെ വരുന്നതാണ് നമ്മൾ ആ മൂന്നാമത്തെ ഡയഗ്രത്തിൽ ശരിക്കും വരുന്നത്. നാലാമത്തെ ഡയഗ്രം എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ മാത്രമുള്ള സ്ട്രെസ് വേണം. ഇതെല്ലാം ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൽ നിന്ന് വെർട്ടിക്കൽ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിലേക്ക് എത്തി വെച്ചതേ ഉള്ളൂ. ഇനി ആ ഹൊറിസോണ്ടൽ സ്ട്രെസ് ഡയഗ്രം ആണ് ഈ വരച്ചു വെച്ചേക്കണേ. അതിന്റെ ഏരിയ ആണ് ശരിക്കും എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. ഈ സോയിലിന് പകരം വാട്ടർ ആണെങ്കിൽ ഈ K0 എന്ന് പറയുന്നത് പിന്നെ 0 ആയിരിക്കും അല്ലേ? അല്ല 1 ആയിരിക്കും അല്ലേ? 1 ആയിരിക്കും. കാരണം അവിടെ ഫൈ സോയിലിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ വാട്ടറിന്റെ കേസ് വരുമ്പം? 0 ആയി പോകും. 0 ആയി പോകും. അതുകൊണ്ട് കെയുടെ വാല്യൂ ഓൾവേസ് 1 ആയിരിക്കും. അവിടെയാണ് അതുകൊണ്ട് നമ്മൾ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാത്തത്. പ്യുവർലി വാട്ടർ, അവിടെ സോയിലിന്റെ ഒട്ടും ഇൻഫ്ലുവൻസ് ഇല്ല, വാട്ടർ മാത്രം. ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞു തന്നെ. നമ്മള് ഇനിയിപ്പോ ഒരു റാങ്കൈൻസിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കുറച്ചും കൂടെ ഈ രീതി തന്നെ ഫോളോ ചെയ്യാം. സിമ്പിൾ ആവും നിങ്ങൾക്ക് കുറച്ചും കൂടെ. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇതിപ്പം ഇനീഷ്യലി കേൾക്കുമ്പോൾ ഉള്ള ഇതാ. ഫസ്റ്റ് വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ ഐഡിയ പോയിരിക്കുകയാണ്. ആ വെർട്ടിക്കൽ സ്ട്രെസ് ഒന്ന് ഉള്ളിലേക്ക് വരണം. അതിൽ നിന്നാണ് ഇത് കാണുന്നത്. ആ ഒരു ഐഡിയ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചുമ്മാ അല്ലാതെ ഞാൻ കുറച്ച് ഇക്വേഷൻ ഇങ്ങനെയാണ് ട്രയാങ്കിൾ വന്നെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു യുക്തിയില്ല. അപ്പം ഈ ബേസിക്കലി ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇനി ഞാൻ പറയട്ടെ, തീർന്നില്ല, സമയം എന്തായി? കുഴപ്പമില്ല. സമയം എന്തോരായി? എനിക്ക് സമയം കാണാൻ പറ്റില്ല. 8:28. ആ ഓക്കെ, 8:48-45 വരെ സമയമുള്ളൂ. ഇപ്പൊ ഇതിന്റെ പ്രഷറും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇനി ഞാൻ ചെയ്യാൻ പോണേ ഇപ്പം 1, 2, 3, 4 ഈ 4 ഡയഗ്രത്തിന്റെ ഏരിയ കാണണം. ആ ഏരിയ ആണ് ഇനി ടോട്ടൽ പ്രഷർ. അതായത് P0 ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് P01 പ്ലസ് P02 പ്ലസ് P03 പ്ലസ് P04 ആയിരിക്കും. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോണ P01 എന്ന് പറഞ്ഞ കുഞ്ഞു ട്രയാങ്കിൾ ഞാൻ കാണിച്ചു തരാം. ഇത് K0 ഗാമ ഇൻറ്റു ഡി ആയിരിക്കും. ആ ഹൈറ്റ് ഡി. അതിൻ്റെ സെൻറ്ററിലാണ് ഈ P01 എന്ന് പറയുന്ന എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ്, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും ആ P01 ആക്ട് ചെയ്യണേ. അതിന് നമ്മൾ Z1 ബാർ എന്ന് കൊടുക്കാറുണ്ട്. ഡിനോട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇനി P01 എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു K0 ഗാമ ഡി ഇൻറ്റു ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു K0 ഗാമ ഡി സ്ക്വയർ. അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? h/3 അല്ല കേട്ടോ, ഈ ഹൈറ്റ് d/3. അപ്പം ഇവിടെ വരുമ്പം അറ്റ് d/3 പ്ലസ് h മൈനസ് ഡി. റീറ്റെയിനിങ് വാളിന്റെ ബേസിൽ നിന്ന് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ് വേണം. ക്ലിയർ ആയോ? ഇത് ഇവിടെയാണ് P01. ഓക്കെ, Z1 ബാർ എന്ന് പറയുന്നത് ഈ ഹൈറ്റ്, ബേസിൽ നിന്ന് ഈ P01 വരെയുള്ള ഹൈറ്റ്. അപ്പം ഈ ട്രയാങ്കിളിന്റെ ബേസ് തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് d/3 ആണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? B to C എന്ന് പറഞ്ഞ ഹൈറ്റും കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? എല്ലാവരുടെ എല്ലാം പോയോ? നമ്മൾ എപ്പോഴും ഹൈറ്റ് പറയുമ്പം റീറ്റെയിനിങ് വാളിന്റെ ബേസിൽ നിന്ന് ഏത് ഏരിയ ആണോ കൺസിഡർ ചെയ്തേക്കുന്നത് അതിന്റെ സെന്റർ വരെയുള്ള ഹൈറ്റ്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അത് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് ബേസിൽ നിന്നാണ്. നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഏരിയയുടെ ബേസ് അല്ല, ടോട്ടൽ ആ സ്ട്രക്ചറിന്റെ ബേസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഏരിയയുടെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ്. ഇപ്പൊ സപ്പോസ് ഈ ഫിഗറിൽ എനിക്ക് ഇത് Z1 ബാർ എന്ന് കാണിക്കാൻ കാരണം താഴേക്കുള്ള പോർഷനും കൂടെ ഉണ്ട്.
ആ Z1 ബാർ എന്നാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ Z1 ബാർ എന്ന് പറയുന്നത് D/3 ആണെന്ന് ഞാൻ പറഞ്ഞില്ല. Z1 ബാർ എന്ന് പറയുന്നത് എന്താണ്? D/3 പ്ലസ് H മൈനസ് D ആയിരിക്കും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റീറ്റെയിനിങ് വാളിന്റെ ബേസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അത് പറഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ D/3 ഉള്ളെന്ന് പറഞ്ഞിരുന്നെ. ആ, അതാണ് Z1 ബാർ. Z1 ബാർ ആണ് നമ്മൾ ഈ ഹൈറ്റ്. അത് ആക്ച്വലി സ്ട്രക്ചറിന്റെ ബേസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെന്റർ വരെയാണ്. P01 ഓക്കെ ആയോ? ഓക്കെ മിസ്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ P02 പറയാമോ? P02 എങ്ങനെ ഇരിക്കണേ? റെക്ടാങ്കിൾ അല്ലേ? K0 ഗാമ D തന്നെയാണ്. ഹൈറ്റ് എത്രയാണ്? H മൈനസ് D. ഇത് ആക്ട് ചെയ്യുന്ന ഇതിന്റെ സെന്ററിലായിരിക്കും P02. അതെങ്ങനെയാണ്? ഇതാണ് ബേസ്, ഇതാണ്. അപ്പം ഇത് ഏതാണ്? Z2 ബാർ. അത് ആക്ച്വലി അങ്ങനെ തന്നെയായിരിക്കും. അപ്പം P02 എങ്ങനെ കാണാം? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ K0 ഗാമ D ഇൻറ്റു ഇതിൽ എന്താ മിസ്റ്റേക്ക്? മൈനസ് ഡി അല്ലേ വരുന്നത്? ശരിയാ മിസ്. മറ്റേ ട്രയാങ്കിളിന് അപ്പുറം കിടക്കുവാണല്ലോ പറഞ്ഞൂടെ? കൺഫ്യൂഷൻ. ഒരു സെക്കൻഡ് കേട്ടോ, ഇപ്പം ഞാൻ പറയാം. ചെയ്തതിൽ എവിടെ മിസ്റ്റേക്ക് എനിക്ക് അവിടെ റിലേ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? K0 ഗാമ ഇൻറ്റു ഇക്വേഷൻ ഇങ്ങനെ തന്നെ പോട്ടെ. കറക്റ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്ന Z. അയ്യോ, എത്ര വരണ? Z ബാർ എത്ര വരണേ? P02 എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. P02 ഈസ് ഈക്വൽ ടു K0 ഗാമ D ഇൻറ്റു H മൈനസ് D വന്നു. Z2 ബാർ എത്രയായിരുന്നു? D/2. ഓക്കെ. ഇനി അടുത്തത് ഞാൻ P03 ഏതാണ്? ട്രയാങ്കിളാ. ഇതിന്റെ ഇന്റൻസിറ്റി എത്രയായിരുന്നു? K0 ഗാമ H മൈനസ് D ആയിരുന്നോ? ഗാമ ഡാഷ് H മൈനസ് D. ഇത് H മൈനസ് D ഹൈറ്റ്. ഇത് ആക്ട് ചെയ്യുന്നത് ഇവിടെ P03. ഈ ഹൈറ്റ് Z3 ബാർ. അപ്പൊ P03 എത്ര വരും? ഹാഫ് ഇൻറ്റു K0 ഗാമ ഡാഷ് H മൈനസ് D ഇൻറ്റു H മൈനസ് D അല്ലേ? Z3 ബാർ എന്ന് പറഞ്ഞാൽ H മൈനസ് D/3. ആ ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് സെൻട്രോയിഡ് വരെ. ഓക്കെ ആണോ? ഓക്കെ സർ. ലാസ്റ്റ് P04. P04 എങ്ങനെ കാണാം? ഈ കുഞ്ഞ് ട്രയാങ്കിൾ ആയിരുന്നു. ഇതിന്റെ ഇന്റൻസിറ്റി എടുക്കുമ്പോൾ തെറ്റിച്ചേർത്ത് ഇത് ഗാമ W ഇൻറ്റു
എച്ച് മൈനസ് ഡി ഉള്ളൂ, വാട്ടർ മാത്രമേ ഉള്ളൂ. അവിടെ K0 എഴുതി വെക്കരുത്. അപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഡി ഇൻറ്റു എച്ച് മൈനസ് ഡി ഹൈറ്റ്. അപ്പം Z4 ബാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? എച്ച് മൈനസ് ഡി ബൈ 3 തന്നെ വരും. H minus D all square എന്ന് എഴുതാമല്ലേ? എഴുതാം. കോമൺ വരുന്ന ടൈം അങ്ങനെ എഴുതാം കേട്ടോ. ഞാനത് ജസ്റ്റ് എഴുതിയപ്പോൾ അങ്ങ് എഴുതിയെന്നുള്ളൂ. ഇനി ടോട്ടൽ എർത്ത് പ്രഷർ. ടോട്ടൽ എർത്ത് പ്രഷർ P0 എന്ന് പറഞ്ഞാൽ P01 പ്ലസ് P02 പ്ലസ് P03 പ്ലസ് P04 ആണ്. അപ്പം അത് ആ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ഇസഡ് ബാർ. അതായത് നമ്മുടെ റീറ്റെയിനിങ് വാള് ഇതായിരുന്നു. ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഈ പോയിന്റിലാണ്, സെൻട്രോയിഡിലാണ് P0 ആക്ട് ചെയ്തത്. അത് ബേസിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള സെൻട്രോയിഡാണ് ഇസഡ് ബാർ. ആ ഇസഡ് ബാർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ പ്രഷർ പോയിന്റിൽ നിന്നുള്ള മൊമെന്റ് എടുത്ത് ചെയ്യുക. ഇസഡ് ബാർ കാണാനുള്ള ഒരു എളുപ്പ വഴി ഇതാണ്. P01 Z1 ബാർ പ്ലസ് P02 Z2 ബാർ പ്ലസ് P03 Z3 ബാർ പ്ലസ് P04 Z4 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ P0. ഈ P0 ഏതാണ്? P01 പ്ലസ് P02 പ്ലസ് P03 പ്ലസ് P04. ടോട്ടൽ എർത്ത് പ്രഷറിന്റെ സെൻട്രോയിഡ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഓരോ പോയിന്റിൽ നിന്നുള്ള മൊമെന്റ് എടുത്തിട്ടാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഇസഡ് ബാർ ഈക്വൽ ടു P01 Z ബാർ പ്ലസ് P02 Z2 ബാർ പ്ലസ് P03 Z3 ബാർ പ്ലസ് P04 Z4 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എർത്ത് പ്രഷർ P01 പ്ലസ് P02 പ്ലസ് P03. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട കേട്ടോ. എങ്ങനെയാ ചെയ്യണേന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ പകുതി ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ഇങ്ങനെ ടേംസ് വെച്ച് പറയണോണ്ടാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വാല്യൂ വരുമ്പോൾ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആണ്. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഓക്കെ, 8:35 ആയോ? GT1 ഒന്നുകൂടെ നോക്കേണ്ടി വരും സർ. GT1 ഒന്നുകൂടെ നോക്കേണ്ടി വരും. ബേസിക് ഒരു ഐഡിയ, വെർട്ടിക്കൽ സ്ട്രെസ് എന്താണ്, എങ്ങനെയാ വരണേ, നമ്മൾ ഇതൊന്നും അല്ല പഠിക്കണേ. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. ഈ കൺസെപ്റ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ താഴേക്കിന് വന്നേ. വെർട്ടിക്കൽ സ്ട്രെസ്സും പഠിക്കുക, ബേസിക് ഇക്വേഷൻസ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസിക് ഇക്വേഷൻസ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കുമ്പം ആ വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ കൺസെപ്റ്റും കൂടെ അറിയണം. ഓക്കെ, ഞാൻ ഇത് നിങ്ങൾ നോക്കിയിട്ട് വരാം. നാളെ ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. കണ്ടോ, നമ്മൾ ഇനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ അതാണ് ഒറ്റ സ്ലോട്ട് ആകുമ്പോൾ ചിലപ്പോഴേ തിയറി പറഞ്ഞു ഒരു പ്രോബ്ലം ചെയ്യിച്ച് എനിക്ക് അങ്ങ് നിർത്തണം എന്ന് വിചാരിച്ചാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസത്തെ സ്ലോട്ട് ആക്കട്ടെ എന്ന് ചോദിച്ചത്. ഓക്കെ, അടുത്ത ആഴ്ച മുതൽ അങ്ങനെ ക്ലാസ്സിലൊന്ന് ചോദിച്ചിട്ട് ഒന്ന് പറയണേ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും പാട്. ഈ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേ